വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് നല്ലൊരു പ്രഷറോടുകൂടി താഴോട്ടേക്ക് ഇറങ്ങുന്നതാണ്. ഓരോ തവണ ഇറങ്ങുന്ന സമയത്തും കൃത്യമായി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ നിന്ന് അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കയറി പോകുന്ന ഒരു ഇംബാലൻസ് ഏരിയയാണ്. ആ ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്ന് കയറിപ്പോയി വീണ്ടും മറ്റൊരു ഇംബാലൻസ് ഏരിയയിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്നാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തിരിക്കുന്നത്. ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. ഈ ലോയിലേക്ക് എത്തിയിട്ടില്ല, എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ കാണാം. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ഇതുവരെ റീടെസ്റ്റ് നടത്താത്ത ഒരു ഏരിയയാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. റീടെസ്റ്റ് നടത്താത്ത ഏരിയ പ്ലസ് അവിടെ ഒരു FEG കൂടി ഉണ്ട്. ആ ഒരു FEG-നും കൂടി മാർക്ക് ചെയ്തിടുന്നു. രണ്ടും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ മറ്റൊരു ഏരിയ മാർക്ക് ചെയ്തിടുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നിന്നാണ് ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം അവിടെ വന്ന് മാർക്കറ്റ് എടുത്തൊരു ഏരിയ ആണ്. അതിനെയും നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിനെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടതാണ്, എന്നാലും ഒരിക്കൽ കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ സിഗ്നലുകളുടെ ലോയിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടും. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിട്ട് വലിയൊരു ബ്രേക്ക്ഔട്ട് ഇവിടേക്ക് തന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഏരിയയിൽ നമുക്കൊരു FEG കൂടിയും കാണാം, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വൺ ഹവറിലേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ലൈനിന്റെ താഴെ മാർക്കറ്റ് വന്നതിന് ശേഷം ഓരോ തവണയും വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല റിജക്ഷൻസും കിട്ടിയിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും ആ ഏരിയയുടെ മുകളിൽ അല്ലെങ്കിൽ ആ ലൈനിന്റെ മുകളിലേക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് 1 ഹവറിൽ. അങ്ങനെയാണെങ്കിൽ 1 ഹവറിൽ എത്താനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാർക്ക് ചെയ്യൽ മാത്രമല്ല അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയനെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഇങ്ങനെ താഴോട്ടേക്കാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്കാണ് വരുന്നത്. ഒരു തവണ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ റീടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും വരുന്നു. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ഏരിയ ആണ്. ഇവിടുത്തെ ക്യാൻഡിൽസ് ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് ബൈയിങ് പ്രഷർ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സെല്ലിംഗ് പ്രഷറും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് വലിയൊരു വീഴ്ചയ്ക്കുള്ള ഒരു സാധ്യത ഇനിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ താഴോട്ടാണ്. ഈ ലൈനിന്റെ താഴോട്ട് എന്ന് വെച്ചാൽ നല്ലൊരു ക്യാൻഡിൽ വീഴുകയാണ്, സെല്ലിംഗ് ക്യാൻഡിൽ വീഴുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോയാണ്. ലോ എന്ന് പറഞ്ഞാൽ വൺ ഡേ ചാർട്ടിൽ വരച്ചതാണ്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെയാണ്. ഈ ലെവലിൽ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ 1 ഹവറിൽ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ 70,000 അടുത്തേക്കൊക്കെ വരും. ആ ഒരു ലെവലിലൊക്കെ മറ്റൊരു ടാർഗറ്റ്, മൂന്നാമത്തെ ടാർഗറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ലൈനിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. അതും ഏറെക്കുറെ FEG വരെ ചെയ്യാവുന്നതാണ്. ഈ FEG-യിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലൊരു ക്യാൻഡിലാണ് വീഴുന്നതെങ്കിൽ അതിനൊരു ഫോളോ ത്രൂ ആയി വീണ്ടും ഒരു റീടെസ്റ്റ് വന്ന് വീണ്ടും ഒരു വലിയ ക്യാൻഡിൽ വീഴുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഏരിയയിലേക്കൊക്കെ
മാർക്കറ്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഇവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് FEGയിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്ന് FEGയുടെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്ന റീടെസ്റ്റിൽ ഒരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോയിട്ട് 84,000 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതും നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്ന് BTCയിലുള്ള എൻട്രി സാധ്യതകൾ. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ പറയുന്ന ഏരിയാസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.